അധ്യാപനത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുമ്പോൾ അത് നമുക്കൊന്ന് യേശുവിനെ ഓർമ്മിക്കാം. എല്ലാ ഗുരുവിചാരങ്ങൾക്കകത്തും നിശ്ചയമായിട്ട് നമ്മൾ നമസ്കരിക്കുകയോ പരാമർശിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു പേരാണത്. റബ്ബി എന്നൊരു വിശേഷണത്തിലാണ് സുവിശേഷം ആരംഭിക്കുന്നതിന് ആചാര്യൻ. അല്ലെങ്കിൽ സുവിശേഷം അവസാനിക്കുമ്പോൾ റബോനിയായിട്ട് മാറുന്നുണ്ട്. വാക്കിൻ്റെ അർത്ഥം ഹീബ്രു പദമാണ്. റബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരുവെന്നും റബോനി എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഗുരുവെന്നാണ്. അപ്പോൾ വലിയ ആചാര്യനെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ കാര്യമായ വിശദീകരണമോ വ്യാഖ്യാനമോ ഇല്ലാതെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്നാണ് കരുതുന്നത്. 1, കുഞ്ഞുങ്ങളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. 2, കുഞ്ഞുങ്ങളെ തടയരുത്. 3, കുഞ്ഞുങ്ങളെ നിന്ദിക്കരുത്. 4, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. 5, കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക കൊടുക്കരുത്. 6, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. വേണമെങ്കിൽ ഓരോന്നിനെക്കുറിച്ചും അനവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ വെറുതെ ഈ വാക്കുകളെ അവനവൻ്റെ നിശബ്ദതയിൽ വളരാനായിട്ട് അനുവദിക്കുക. അതായിരിക്കും ഈ ദിവസം അധ്യാപകർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആവർത്തിക്കുകയാണ്. അവൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. ഇതിലൊരു ഉത്തരവാദിത്തമായിട്ട് കുഞ്ഞുങ്ങളെടുക്കുക. പേരൻസും അത് വളരെ പ്രധാനപ്പെട്ട തന്നെ. നിങ്ങളുടെ ഒക്കത്തോ ക്ലാസ് മുറിയിലുള്ള കുഞ്ഞുങ്ങളെ വെറുതെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമാണ്. ആ ഏൽപ്പിച്ച ആളെ വെറുതെ ഇടക്കൊന്ന് ഓർത്താൽ നല്ലതായിരിക്കും. കേട്ടോ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സാധാരണ വിദ്യാലയങ്ങളിൽ മഴക്കാലത്ത് ഇങ്ങനെ കുടയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളും മനുഷ്യമൊക്കെ കുറവാണ്. ഒരു കുടയൊക്കെ ഉള്ളത് ഈ കുഞ്ഞിനെ ചൂടിച്ചിട്ട് ആ കുട ക്ലാസ് മുറിയുടെ ഒരിടത്ത് വെച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പാരൻ്റ് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ മഴയത്തോടി പോകുന്ന കാഴ്ച നിത്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മഴയത്തോടി പോകുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയല്ല, മറിച്ച് നിങ്ങൾ നമസ്കരിക്കുന്ന ഗുരുവാണെന്ന് ഓർത്താൽ നല്ലതായിരിക്കും. നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുക. ക്ലാസ് മുറി മാറിയിട്ടുണ്ടെങ്കിലും ക്ലാസ് മുറിയുടെ രീതി മാറിയിട്ടുണ്ടെങ്കിലും സ്കൂളിലേക്കുള്ള വഴി മാറിയിട്ടുണ്ടെങ്കിലും കഥയൊക്കെ ഒന്ന് തന്നെ. 2, അങ്ങനെ പരമാവധി അവരെ തടയാതെ മുമ്പോട്ട് കൊണ്ടുപോവുക. അവരുടെ സ്വാതന്ത്ര്യത്തിന് കാര്യമായ വിലക്കുകളില്ലാതെ ഒരു പെഡഗോജി രൂപപ്പെടുത്താൻ പറ്റുമോ? പലപ്പോഴും കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ഏറ്റവും കോമണായൊരു വാക്ക് അരുതെന്ന് പറഞ്ഞ വാക്കാണ്. 3, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ അനുവദിക്കുക. എൻ്റെ അടുക്കിലേക്ക് വരുക എന്ന് പറയുന്നർത്ഥം അങ്ങനെ പ്രാർത്ഥനയിലോട്ടോ ക്രിസ്തീയ ആരാധനയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അവിടുന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ കരുണയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഈ ദേശത്തിൻ്റെ ഒരു ആചാര്യൻ കരുന്ന കണക്ക് ഒടുവിൽ നാരായണ ഗുരുദേവനാണത്. ഒടുവിൽ 3 വാക്കുകളിലേക്ക് ഈ കുട്ടികളുടെ ജീവിതവും ശ്രദ്ധയും ഒക്കെ ഏകാഗ്രമാവണം. അൻപ്, അരുള്, അനുകമ്പ്. 4, കുഞ്ഞുങ്ങളെ നിന്ദിക്കരുത്. ഒരു തരത്തിൽ നിന്ദിക്കരുത്. ചെറിയ മക്കളല്ലേ. അതുകൊണ്ടാണ് ആ ചെറിയ മക്കളുടെ കാവൽ ആളുകളെ കുറിച്ച് യേശുവിന് പറയേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾ അവരെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ നിന്ദിക്കുന്ന അവരെയല്ല, അവരുടെ മാലാഖമാരെയാണ്. ഇതായിട്ട് നിങ്ങൾക്ക് ഇതിന് ദുർമാതൃക കൊടുക്കരുത്. ആരാണ് ഈ കൂട്ടത്തിൽ ദുർമാതൃക കൊടുക്കുന്നത്? ആരുമല്ല. പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഭേദപ്പെട്ട മാതൃകളാണോ? കുഞ്ഞുങ്ങൾ തീരെ കാണുന്നില്ല. കാണാത്തതിന് തീരെ കേൾക്കുന്നില്ല. കേൾക്കാത്തതിനൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ കണ്ണുകളിൽ നിങ്ങൾ ഇപ്പോഴും ഭേദപ്പെട്ട മാതൃകയാണ്. ഒപ്പുകടലാസ് കണക്കാണ് കുഞ്ഞുങ്ങളാണ്. ഇളം പ്രായമാണ്. അവരുള്ളിൽ പതിയുന്ന നിങ്ങൾ ഏത് രീതിയിലായിരിക്കും മറ്റൊരു കാലത്ത് അവർ ഓർമ്മിച്ചെടുക്കുന്നത്? അവസാനമായിട്ട് നമ്മൾ എന്തുമാത്രം ശ്രദ്ധിച്ചാലും നമ്മുടെ ഈ വിരലിനിടയിൽ കൂടെ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വഴുതി പോകും. ഇസ്ലാമിലൊക്കെ പറയുന്ന കണക്ക് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ദിശയുണ്ട്. നമ്മളായിട്ട് അതിനെ കാര്യമായിട്ട് മെച്ചപ്പെടുത്താനോ ഭേദപ്പെടുത്താനോ വഴിമാറ്റി വിടാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. വെറുതെ ആ ദിശയെ നിർണ്ണയിക്കുന്നതിന് നോക്കിക്കരയുക. ഒടുവിലത്തെ യാത്രയിൽ അതായിരുന്നു അയാൾ പറയാൻ ശ്രമിച്ചത്. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ ആദരവും. താങ്ക് യു.